ഹായ് മക്കളെ, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കുറേ ആളുകൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പേര് കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കിപ്പോൾ എന്താ ലീവ് എടുത്തിട്ട് ഈ SDC JDCക്ക് ഒന്നും അങ്ങനെ പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ട്. കുട്ടികളാണെങ്കിൽ ഇത്തിരി പ്രായമായിട്ടവരാണെങ്കിൽ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഒരു സൊല്യൂഷനാണ് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, BCom കോർപ്പറേഷൻ ചെയ്യാന്നുള്ളത്, അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ആയിട്ട്. ഇപ്പോൾ BCom കോർപ്പറേഷൻ്റെ ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് HDCയുടെയോ JDCയുടെയോ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. Applications are invited for BCom degree holders under yearly semester. ഏത് പാറ്റേൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫിനാൻസ്. ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തവർക്ക് ഫിനാൻസ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഫെയിൽ ആയിട്ടുള്ളവരാവരുത്, എല്ലാവരും പാസ്സായിട്ടുള്ളവരായിരിക്കണം. MCom ഡിഗ്രി ഹോൾഡേഴ്സിനും എന്താ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഡിഗ്രി പഠിച്ചവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. വേറെ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ട് ഡിഗ്രി പഠിച്ചവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാലിക്കറ്റിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ് വന്നിട്ടുള്ളത്, വിത്തൗട്ട് ഫൈൻ. പിന്നെ ഫൈനോട് കൂടി ഉണ്ട്. അപ്പോൾ ഫൈനോട് കൂടി ആവാണ്ട് നിങ്ങൾ അതൊന്ന് വേഗം അപ്ലൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് സംഭവങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ TC വേണം, അതായത് ഒറിജിനൽ തന്നെ വേണം. കാലിക്കറ്റിലൊക്കെ നമ്മൾ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഒറിജിനൽ സംഭവങ്ങൾ തന്നെ വേണം. അപ്പോൾ TC വേണം. പിന്നെ ഒറിജിനൽ സെൽഫ് അറ്റസ്റ്റഡ് BCom ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, അതായത് ഒറിജിനലും വേണം, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും വേണം. അതായത് ഒറിജിനലിൽ പോയി ഒപ്പിടാനല്ല പറയുന്നത്, ഒറിജിനൽ എടുക്കണം, അതോടൊപ്പം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസും പ്രൊവിഷണൽ വേണം, സർട്ടിഫിക്കറ്റിൻ്റെയും വേണം. പിന്നെ കോപ്പി ഓഫ് SSLC ഓർ ഇക്വലൻ്റ് ഫോർ പ്രൂഫ് ഓഫ് ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് സെൽഫ് അറ്റസ്റ്റഡ് തന്നെ വേണം. അതായത് SSLCയുടെ കോപ്പി വേണം. പിന്നെ എന്താ വേണ്ടത്, നമ്മുടെ പ്രായം തെളിയിക്കുന്ന, ഇപ്പം SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് ഇപ്പം എന്താ വയസ്സ്, അങ്ങനെ ഇക്വലൻ്റ് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെളിയിക്കാൻ പറ്റുന്ന എന്ത് രേഖ, ഡേറ്റ്, എനിക്ക് തോന്നുന്നു SSLC നല്ലത്, എല്ലാവർക്കും SSLC ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെന്താ, ഒറിജിനൽ ആൻഡ് കോപ്പീസ് ഓഫ് ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒറിജിനൽ വേണം, കോപ്പിയും വേണം. സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് ഓഫ് സൈസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 30 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ വരുന്നത് കൂടെ വേണം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതിൽ നല്ലതാണ് കേട്ടോ, എടുത്തു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് 4 പരീക്ഷയാണ് അവസാനത്തെ ഇയറിലത്തെ, 5-ാമത്തെയും 6-ാമത്തെയും സെമസ്റ്ററിലത്തെ 4 സബ്ജക്ട്സ് മാത്രമാണ് എഴുതേണ്ടത് കോർപ്പറേഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിനാൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, നമ്പറൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷനൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ.